മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. വാട്സപ്പിലൂടെ ധാരാളം സന്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് വന്നൊരു സന്ദേശം. പലപ്പോഴും ഒരു സന്ദേശം വന്ന് ഉടനെ മറുപടി കൊടുക്കാതിരിക്കാനുള്ള കാരണം ആ പ്രത്യേക ഇഷ്യൂവിനെ കുറിച്ച് ബുദ്ധിജീവികളും രാഷ്ട്രീയക്കാരും ജാതി മത സംഘടനകളും എല്ലാവരും എന്താണ് പറയുന്നതെന്ന് കൂടി വിലയിരുത്തിയതിന് ശേഷം നമ്മൾ അതിനെക്കുറിച്ച് കമന്റ് പറയുകയായിരിക്കുമല്ലോ നല്ലത്. ചില പ്രത്യേക വാർത്തകളുടെ അല്ലെങ്കിൽ ഇൻഫർമേഷൻ്റെ സസ്റ്റൈനബിലിറ്റി കുറേ കാലമുണ്ട്. ആ ഇൻഫർമേഷൻ എല്ലാവർക്കും പ്രയോജനപ്പെടും. ആ വാർത്ത ഉണ്ടാവുന്ന കാലത്ത് മാത്രമല്ല, കാലാകാലം അത് പ്രയോജനപ്പെടുന്നത് കൊണ്ട് ചിലത് വൈകിയാലും കുഴപ്പമില്ല. ഈ മാതാമൃതാനന്ദമയിക്ക് ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റി കൊടുത്തതിനെതിരെ കുറേ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എതിരെ വന്നത് വളരെ നന്നായി. പക്ഷെ എതിർത്ത് വന്നത് എത്ര കാലം നിലനിന്നു എന്ന് നോക്കാം. ഒരു ദിവസം മാത്രമേ ഒന്നോ രണ്ടോ ദിവസം ആരോ കമന്റ് പറഞ്ഞത്, ഒരു പക്ഷേ 2-3 ദിവസം TV ചാനലിൽ ഉണ്ടായിരിക്കും. ഞാനത് TV ചാനലിൽ നോക്കിയില്ല. അതെനിക്ക് വളരെ രസമായിട്ട് തോന്നി. ഇതിനെല്ലാത്തിനും മറുപടിയായിട്ട് പയസ് ജോസഫ്, PIOUS, പയസ് ജോസഫ് ഒരു കമന്റ് അമൃതാനന്ദമയിയെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് സന്തോഷം തോന്നി എനിക്ക്. 200 കോടി രൂപ മാതാ അമൃതാനന്ദമയി കേരള ഗവൺമെന്റുകൾക്ക് സംഭാവന കൊടുത്തിട്ടുണ്ട്. അടുത്ത പാരഗ്രാഫ്. അതുകൊണ്ട് നികുതി പണത്തിൽ നിന്ന് എടുത്താണ് അവർക്ക് സുരക്ഷ ഒരുക്കുന്നത് എന്ന് പറഞ്ഞ് കരയുന്ന ഇന്ത്യക്കാർ 200 കോടിയുടെ ബാങ്ക് പലിശയായിട്ട് അങ്ങ് കൂട്ടിക്കോ. പയസ് ജോസഫ് പറഞ്ഞാൽ നീയൊക്കെ കൂടുതൽ കളിച്ചാല് നിന്നെയും Z+ കാറ്റഗറി ആക്കി കയ്യിൽ തരും. അടുത്ത വരി. 100 കോടി സഹായം സർക്കാരിലേക്ക് കക്കൂസുകൾ നിർമ്മിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് മാതൃഭൂമിയുടെ ഈ ജേണലിൽ കൊടുത്തിരിക്കുന്നതിന്റെ റഫറൻസ് കൊടുത്തിട്ടുണ്ട്. അടുത്തത്. ഇതുവരെ 45,000 വീടുകൾ പാവങ്ങൾക്ക്, ഇത് അവസാനം കൊടുത്തത് 130 പേർക്ക്. ഇതുവരെ 45,000 വീടുകൾ പാവങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഏറ്റവും അവസാനം കൊടുത്തത് 130 പേർക്ക്. ഇത് അതിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. എവിടെയാണ് കൊടുത്തിരിക്കുന്നത്? അമൃതപുരിയുടെ കണക്കനുസരിച്ചിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഇതുവരെ പണിത് നൽകിയ വീടുകളുടെ എണ്ണവും ഇനി നൽകാൻ ഉദ്ദേശിക്കുന്നതിനെയും കുറിച്ച് അടുത്ത കുടീരം എന്ന് പറയുന്ന പോർട്ടലില് അമൃതാനന്ദമയുടെ അവിടെ നിന്ന് കൊടുത്തതിന്റെ റഫറൻസ് കൊടുത്തിട്ടുണ്ട്. പുറ്റിങ്ങൽ ദേവി ക്ഷേത്ര അപകടത്തിൽ മരിച്ച കുടുംബങ്ങൾക്ക് 1 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും സൗജന്യ ചികിത്സയും അമൃത ആശുപത്രിയിൽ നൽകിയിട്ടുണ്ട്. അടുത്തത്. 50,000-ത്തിലധികം വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ നൽകി ഇതുവരെ 1 ലക്ഷത്തോളം പാവപ്പെട്ട സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ സഹായം നൽകപ്പെട്ട് കഴിഞ്ഞു. അതിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സുനാമി ദുരന്തത്തിൽ സഹായനിധി 100 കോടി രൂപ, അവസാനം അത് 200 കോടിയോളം ചെലവായി. അതും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അടുത്തത്. സുനാമി ദുരന്ത സമയത്ത് നടത്തിയ സഹായങ്ങൾക്ക് അനുഭവസ്ഥർ പറയുന്നത്, വീടുകൾ ലഭിച്ചവർ അതിനെക്കുറിച്ച് പറയുന്നതും അതേപോലെ തന്നെ അതിൻ്റെ ലിങ്കിലൂടെ വിവരിച്ചിട്ടുണ്ട്. ഇത് നൽകിയത് പയസ് ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയാണ്. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അദ്ദേഹം നൽകിയത്. അതൊന്ന് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് സമർപ്പിച്ചത്. ഇനി അതുമായി ബന്ധപ്പെട്ട വേറൊരു ഇൻഫർമേഷൻ കൂടിയുണ്ട്. മലയാള മനോരമ ചാനലില് കൗണ്ടർ പോയിന്റ് കണ്ടു. പക്ഷെ കൗണ്ടർ പോയിന്റ് എന്താണെന്ന് ഇതിൽ പറയുന്നില്ല. പോസിറ്റീവാണോ പറയുന്നത് നെഗറ്റീവാണോ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഇതിനകത്ത് എഴുതിയിരിക്കുന്ന അതേപോലെ വായിക്കും. മനോരമ ചാനലില് കൗണ്ടർ പോയിന്റ് കണ്ടു. അതിൻ്റെ ചുവട്ടില് ഞാൻ അമൃതാനന്ദമയിയുടെ ഭക്തനൊന്നുമല്ല. ഇത് ഈ കൗണ്ടർ പോയിന്റിൽ എഴുതിയിട്ടുള്ള ആൾ പറയുന്നതാണോ ഇയാൾ പറയുന്നതാണോ എന്നുള്ളത് ക്ലിയർ അല്ല. എന്നാലും ആ വരികളെല്ലാം രസമായിട്ട് തോന്നിയത് കൊണ്ടാണ് എനിക്ക് അതൊന്ന് വായിക്കണം തോന്നിയത്. എന്നാലും ചില കാര്യങ്ങൾ പറയാതെ വയ്യ. അമൃതാനന്ദമയ്യെ വിമർശിക്കുന്നവരോടും തെറി വിളിക്കുന്നവരോടും ചില സംശയങ്ങൾ ചോദിക്കട്ടെ.
അമൃതാനന്ദമയി നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വല്ലതും പിടിച്ചു പറിച്ചോ? അല്ലെങ്കിൽ സംഭാവനയിൽ പോലും വല്ലതും, സംഭാവനയായി പോലും വല്ലതും ചോദിച്ചോ? കഴിഞ്ഞ സുനാമിയിൽ വീട് നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് പേർക്ക് അവർ വീട് വെച്ച് നൽകിയില്ലേ? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും പാവപ്പെട്ടവരുടെ പുനരധിവാസത്തിനുമായി ഈയിടെ കോടികൾ നൽകിയില്ലേ? അവരുടെ ഹോസ്പിറ്റലിൽ വെച്ച് എത്രയോ പാവപ്പെട്ടവർക്ക് സൗജന്യ ഓപ്പറേഷൻ അടക്കം അനവധി ചികിത്സകൾ, സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ലേ? പാവപ്പെട്ട കുടുംബങ്ങളിലെ എത്രയോ പെൺകുട്ടികളുടെ വിവാഹം സമൂഹ വിവാഹത്തിലൂടെ നടത്തിക്കൊടുത്തത് നിങ്ങളെല്ലാവരും കണ്ടതല്ലേ? ഇക്കഴിഞ്ഞ മണ്ഡലമാസത്തിൽ അവരുടെ ഭക്തർ പമ്പയിലും സന്നിധാനത്തുമായി നടത്തിയ ശുചീകരണ പ്രവർത്തനങ്ങൾ നിങ്ങൾ ആരും കണ്ടില്ലേ? ജാതിയും മതവും നോക്കാതെ തന്നെയല്ലേ അവരുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങളും? അവരുടെ ഏതെങ്കിലും ഒരു സംഭാഷണത്തിലോ പ്രസംഗത്തിലോ എവിടെയെങ്കിലും മതങ്ങളുമായി ബന്ധപ്പെട്ട വർഗീയത നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നമുക്ക് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത, അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലാകാതെ അവർ അനേകം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അതിനെയൊക്കെ നാം കണ്ടില്ലെന്ന് നടിച്ചാലും എതിർക്കപ്പെടേണ്ടതാണോ? അമൃതാനന്ദമയി മഠത്തിൽ ഉണ്ടാകുന്ന ഏതേലും പരിപാടികൾക്ക് അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് അവർ നമ്മെ ആരെയെങ്കിലും നിർബന്ധിക്കാറുണ്ടോ? അവരുടെ ഒരു സഹായം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ അവരുടെ ഭക്തരോ പ്രവർത്തകരോ ആകണമെന്നില്ല എന്ന് നിങ്ങൾക്കറിയില്ലേ? നമുക്കും നാടിനും ബുദ്ധിമുട്ടില്ലാത്ത സഹായങ്ങൾ ആര് ചോദിച്ചാലും നാം അത് പ്രോത്സാഹിപ്പിക്കാതെ എതിർക്കേണ്ടതാണോ? കോടികൾ കട്ടുമുടിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് ഇസഡ് കാറ്റഗറി സുരക്ഷ നൽകുന്നു എങ്കിൽ അവരുടെ ജീവന് ഭീഷണിയുണ്ട് എന്ന രഹസ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അവർക്ക് ഇസഡ് കാറ്റഗറി സുരക്ഷ കൊടുക്കുന്നെങ്കിൽ തെറ്റുണ്ടോ? നമ്മൾ ചെയ്യാത്ത അല്ലെങ്കിൽ ചെയ്യാൻ കഴിയാത്ത ഏതെങ്കിലും ഒരു സഹായം മറ്റൊരാൾ ചെയ്യുന്നത് കണ്ടാൽ അത് എതിർക്കേണ്ടതാണോ? കേരളത്തിലെ ഏതൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലും പറയുന്ന തുകയേക്കാൾ കുറഞ്ഞ തുകയ്ക്ക് മേജർ ഓപ്പറേഷനുകൾ അമൃത ഹോസ്പിറ്റലിൽ ചെയ്യുന്നില്ലേ? കേരളത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അനേകം വ്യക്തികളും സംഘടനകളും ഉണ്ടല്ലോ. അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഇവരെ മാത്രം മലയാളികളിലെ ചില കീടങ്ങൾ വിമർശിക്കുന്നത് ഏത് ഡാഷിലെ മറ്റേ പരിപാടിയാണ്? ഹേയ്, ആർക്കൊക്കെ സുരക്ഷ കൊടുക്കണമെന്ന് തീരുമാനിക്കാൻ കേന്ദ്രത്തിൽ ആൺപിള്ളേരുണ്ട്. ആരും ഇവിടെ ഇരുന്ന് കുരക്കേണ്ട കാര്യമില്ല. അത് യൂട്യൂബിൽ കൊടുത്തിരിക്കുന്നതിനെ മലയാളത്തിലാക്കിയിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അനലൈസ് ചെയ്യാം. ധാർഷ്ട്യത്തോടുകൂടി പറഞ്ഞതാണെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ തന്നെ എടുക്കാം. ഇൻഫർമേഷൻ ബേസ് പറഞ്ഞതാണെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ തന്നെ എടുക്കാം. എങ്ങനെയാണെങ്കിലും വസ്തുതയാണെങ്കിൽ വസ്തുതയോട് മുഖം തിരിക്കാതെ എടുക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.